ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ മലയാളം മീഡിയം കൂട്ടുകാർക്ക് ആവശ്യമുള്ള ക്ലാസ്സാണ്. തീർച്ചയായിട്ടും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ 2ാമത്തെ പാഠമാണ് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പരിസര പഠനത്തിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്, നമ്മുടെ 3ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ് കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ യൂണിറ്റ് ടെസ്റ്റും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും കാണുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അതിനുശേഷം ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഏതാണെന്ന് നോക്കാം. 2ാമത്തെ പാഠം കേട്ടോ. 2ാമത്തെ പാഠത്തിൻ്റെ പേരാണ് ജന്തുലോകത്തേക്ക്. എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്? ഹരിതഭൂമി. എല്ലാ കൂട്ടരും ഹരിതഭൂമിയുടെ ക്ലാസ് കണ്ടു കാണില്ലേ? നമ്മൾ ചെയ്യുന്നത് എന്താ, 2ാമത്തെ പാഠം ജന്തുലോകത്തേക്ക് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. ജന്തുലോകത്തേക്ക് നമ്മുടെ ഫസ്റ്റ് പേജ്. എന്താ ചിത്രത്തിൽ കാണുന്നത്? ഒരു വീട്, വീടിന്റെ മുറ്റത്ത് ഒരു കുട്ടി നിൽക്കുന്നുണ്ട് അല്ലേ. പിന്നെയോ കുറേ മൃഗങ്ങളും പക്ഷികളും ചെടികളും ജീവികളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അതൊന്ന് വായിക്കാം. ആഹാ, ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി. മിത്രയുടെ വീട്ടു പരിസരം കണ്ടല്ലോ. ഇത് ആരാണ്? മിത്രയാണ് അല്ലെ. മിത്രയുടെ വീട്ടു പരിസരത്ത് ആരൊക്കെയുള്ളത്? കുറേ ജീവികളുണ്ട് അല്ലെ. മിത്രയുടെ വീട്ടു പരിസരം കണ്ടല്ലോ. ഏതെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്? ഏതൊക്കെ ജീവികളെ ചിത്രത്തിലുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുന്നില്ലേ? ഇല്ലേ, നായയുണ്ട്, പൂച്ചയുണ്ട്, പൂമ്പാറ്റകളുണ്ട്, പക്ഷികളുണ്ട് അല്ലെ, അണ്ണാനുണ്ട്, കോഴിയും കോഴിക്കുട്ടികളും ഉണ്ട്. അങ്ങനെ ആരൊക്കെയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതെന്നാണ് ചോദ്യം. ആരൊക്കെയാ? കോഴിയും കുഞ്ഞുങ്ങളും, പൂവൻ കോഴി, പൂച്ച, പ്രാവുകൾ, പശുക്കുട്ടി, ചിത്രശലഭം, കാക്ക, അണ്ണാൻ, മരം കൊത്തി, തത്ത. ഇനിയും ലിസ്റ്റ് നീളും അല്ലെ. ഇനി ഒരുപാട് ജീവികൾ ചിത്രത്തിലുണ്ട്. എന്ത് ചെയ്യാ, നിങ്ങൾ ബാക്കിയുള്ള ജീവികളുടെ പേര് കൂടെ എഴുതി ചേർക്കുക. ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും? ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? അപ്പൊ ഇതിൽ ഏതൊക്കെ ജീവികളെ ആയിരിക്കും മിത്ര വളർത്തുന്നത്? നമുക്ക് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊക്കെ ജീവികളായിരിക്കും? മരം കൊത്തി മിത്ര വളർത്തുന്നതായിരിക്കും മരം കൊത്തി? അല്ല അല്ലെ. അപ്പൊ ഏതൊക്കെ ജീവികളായിരിക്കും മിത്ര വളർത്തുന്നത്? ഏതൊക്കെയാ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയായിരിക്കും? പശു, ആട്, എരുമ, കോഴി, താറാവ്, തത്ത, പ്രാവ്, മൈന, ലവ് ബേർഡ്സ്, പൂച്ച, നായ. ഇത്തരം ജീവികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇണക്കി വളർത്താൻ പറ്റുന്ന ജീവികളാണ് അല്ലെ. എനിക്ക് ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അടുത്ത ചോദ്യം? എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? നമ്മൾ ജീവികളെ വളർത്തുന്നത് എന്തിനു വേണ്ടിയാ? ഒന്ന് ആഹാരത്തിന് വേണ്ടി. കോഴിയെ വളർത്തുന്ന ആൾക്കാർ എന്ത് ചെയ്യും? കോഴി ആഹാരത്തിന് വേണ്ടി കോഴിയെ വളർത്തുന്നുണ്ടാവും അല്ലേ. അതായത് മുട്ടയ്ക്ക് വേണ്ടി. അതുപോലെ ആടിനെ വളർത്തുന്നത് എന്തിനാ? പാലിന് വേണ്ടി. അപ്പൊ ആഹാരത്തിന് വേണ്ടി ജീവികളെ വളർത്തുന്നവരുണ്ടാവും. സുരക്ഷയ്ക്ക് വേണ്ടി. നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നത് വീടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ സുരക്ഷയ്ക്ക് വേണ്ടി ജീവികളെ വളർത്തുന്നവരുണ്ടാവും. വിനോദത്തിന് വേണ്ടിയിട്ട് അല്ലെ, നമുക്കൊരു എന്റർടൈൻമെന്റ്, വിനോദത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നത് ജീവികളെ വളർത്താം. ആദായത്തിന് വേണ്ടി വെച്ചാൽ എന്താണ്? വരുമാനത്തിന് വേണ്ടിയിട്ട്. അതായത് അതിന് വിറ്റ് കാശുണ്ടാക്കുന്നു. അങ്ങനെ അതായത് നമ്മൾ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്, അതാണ് ആദായം എന്ന് പറയുന്നത്. വരുമാനത്തിന് വേണ്ടി ജീവികളെ വളർത്തുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? ആഹാരത്തിന്, സുരക്ഷയ്ക്ക്, വിനോദത്തിന്, ആദായത്തിന്. നമുക്ക് വളർത്തുജീവികൾ, അപ്പൊ വീട്ടിൽ വളർത്തുന്ന ജീവികളെ പറയുന്ന പേരാണ് വളർത്തുജീവികൾ. നമുക്ക് വളർത്തുജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കൂ. ജീവിയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പ്രയോജനങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ആടിന്റെ പ്രയോജനം എന്താ? ആദ്യം നമുക്ക് ജീവികളുടെ പേര് എഴുതാം. ആട്, കോഴി, പശു. പിന്നെന്താ എഴുതാം? ലവ് ബേർഡ്സ്, നായ. ആടിനെ കൊണ്ടുള്ള പ്രയോജനം എന്താ? എന്തിനൊക്കെ വേണ്ടി ആടിനെ വളർത്തുക? പാലിന്, മാംസത്തിന്. കോഴിന് മുട്ടയ്ക്ക്, മാംസത്തിന്. പശുവിനെയോ? പാലിന്, ചാണകത്തിന് അല്ലെ. ചാണകം നല്ലൊരു വളമല്ലേ, ചാണകം. അപ്പോൾ ലവ് ബേർഡ്സ് കൗതുകത്തിന്, ആദായത്തിന്. നായനെ വളർത്തുന്നത് സുരക്ഷയ്ക്ക്, ആദായത്തിന്. അപ്പൊ അങ്ങനെ ഇനിയും ഒരുപാട് ജീവികളുടെ പേര് നമുക്ക് ഇവിടെ എഴുതി ചേർക്കാൻ പറ്റും. മറ്റു ജീവികളുടെ പേരുകളും കൂടെ ഇവിടെ എഴുതി ചേർക്കുക. അപ്പൊ നമുക്ക് വളർത്തു ജീവികളുടെ കുറിച്ചുള്ള പ്രയോജനങ്ങളാണ് ഇവിടെ കാണുന്ന ഈ ബോക്സിനകത്തുള്ളത്. വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളുമുണ്ട്. അതായത് വീട്ടിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടി, അല്ലെങ്കിൽ ഒരു കൗതുകം തോന്നിയിട്ട് വളർത്തുന്ന ജീവികളുണ്ട് അല്ലെ. നെക്സ്റ്റ്, എത്ര ജീവികൾ? ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പേരുകൾ എഴുതും. നമ്മൾ കണ്ടിട്ടുള്ള പല ജീവികളും ചിത്രത്തിലുണ്ട് അല്ലെ. ചിത്രത്തിൽ കാണുന്ന ജീവി നിങ്ങൾ എന്തായാലും കണ്ടു കാണും അല്ലെ. വീടിന്റെ ചുമരുകളിലൊക്കെ ധാരാളമായി കാണുന്ന ഒന്നാണ് പല്ലി എന്നാണ് പറയുക. പല്ലി. അടുത്തത് എന്താ? ഒച്ച്. ഇതിനെ പറയുന്ന പേരെന്താ? ഒച്ച്. അടുത്ത ജീവിയെ കാണാത്തവരുടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. ഇതെന്താ? ഉറുമ്പ്. അടുത്തൊരു പക്ഷിയാണ്. എന്താണ്? ചെമ്പോത്ത് എന്നാണ് പറയുക.
നെക്സ്റ്റ് ഈ കാണുന്ന ജീവിനെ പറഞ്ഞ പേര് പഴുതാര. അടുത്തത് വവ്വാൽ. ഇതേതാ? കീരി. ഇത് തേരട്ട, ചിലയിടങ്ങളിൽ ചേരട്ട എന്ന് പറയും. ഓരോ പേരാണ് കേട്ടോ, ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ്. തേരട്ട എന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? നിങ്ങളുടെ ഭാഗങ്ങളിൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ജീവിയെ പറയുക? അതായത് നമ്മുടെ ലാസ്റ്റ് ഇതെല്ലാം നമ്മൾ സാധാരണ എല്ലാവരും കോമൺ ആയിട്ട് ഈ പേരുകൾ തന്നെയാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ എന്താണ് ചെമ്പോത്തിനും പല ഭാഗങ്ങളിൽ പല പേരുകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അവസാനം കാണുന്ന ഈ ജീവി ഇതിന് നമ്മളെ പല ഭാഗങ്ങളിൽ പല പേരിട്ട് പറയാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗങ്ങളിൽ എന്താണ്? ഇതാണ് ചോദ്യം കേട്ടോ. നമ്മൾ ഈ ലാസ്റ്റ് ചിത്രം കണ്ടോ, ഈ ജീവിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? അതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്നവയാണല്ലോ. തീർച്ചയായിട്ടും അല്ലെ. ഇവയിൽ വളർത്തുജീവികളുണ്ടോ? ഇതിൽ ഏതെങ്കിലും ജീവികളെ നിങ്ങൾ വളർത്താറുണ്ടോ? വളർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇതൊന്നും വീട്ടിൽ വളർത്തുന്ന ജീവികളല്ല. വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എത്ര ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു നിങ്ങളുടെ കൂട്ടുകാർക്കോ? അതായത് നിങ്ങൾ ഇതുപോലുള്ള വീട്ടിലെ പരിസരത്ത് കണ്ട മറ്റു ചെറിയ ജീവികളുടെ പേരൊക്കെ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നോട്ട്ബുക്കിൽ എഴുതുക. അടുത്തത് ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും. ഇത്രയും കൂട്ടരും ജീവികളുടെ പേര് പറഞ്ഞ് കളിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക? തമ്മിൽ മത്സരമായി. പുൽച്ചാടി, മിന്നാമിനുങ്ങ്, ഓന്ത്, വണ്ട്, പശു പറഞ്ഞ ജീവികളുടെ ചിത്രം വരയ്ക്കാനും അവർ മറന്നില്ല. മിത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങൾ കണ്ടില്ലേ? ഇതാണ് മിത്ര വരച്ച ചിത്രങ്ങൾ അല്ലെ. നമുക്കും ഇതുപോലെ കളിച്ചാലോ? പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കൂ. കൂട്ടുകാർ ജീവിയെ തിരിച്ചറിയട്ടെ. കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തി ചിത്രം വരച്ച് നിറവും നൽകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാനാ പറയുന്നത്? മിത്ര വരച്ച പോലെ ജീവികളുടെ പേര് പറഞ്ഞ് ചിത്രം കൂടിയാണ് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പട്ടികയിലെ ഏറ്റവും ചെറിയ ജീവി ഏത്? നമുക്ക് കുറേ ജീവികളുടെ പേര് എഴുതിയിട്ടുണ്ടാവും. അല്ല, ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഏറ്റവും വലുത് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പട്ടികയിലെ ജീവികളെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് എഴുതൂ. ചുറ്റുപാടുമുള്ള ചെറുജീവികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വിദ്യാലയ പരിസരത്തും ഉണ്ടാവില്ലേ അനേകം ചെറുജീവികൾ? തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ. നിങ്ങൾ ആ ജീവികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവ ഏതെല്ലാം? ഇവയ്ക്കെല്ലാം ഒരേ വലുപ്പമാണോ? തീർച്ചയായിട്ടും അല്ല. നമുക്ക് കൂട്ടായി നിരീക്ഷിച്ചാലോ? തീർച്ചയായിട്ടും അല്ലെ, നിരീക്ഷിക്കാം. നിരീക്ഷണത്തിന് ഹാൻഡ് ലെൻസ് കൂടി ഉപയോഗപ്പെടുത്തുന്നത്. കാരണം അത്രയും ചെറിയ ജീവികളായിരിക്കില്ല. അപ്പൊ നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാൻ പറയുന്നത്. അവിടെ നമുക്ക് സൈഡിലായിട്ട് ഒരു അക്ഷര ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. അതെന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഷ എന്ന അക്ഷരം വെച്ചിട്ടും താ വെച്ചിട്ട് വാ വെച്ചിട്ടൊക്കെ വരച്ച ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള അക്ഷര ചിത്രങ്ങൾ വരയ്ക്കാനാണ് ഇവിടെ നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നോക്കൂ, നമ്മൾ ചെറിയ ജീവികളും വലിയ ജീവികളും നമ്മളിവിടെ ഒരു ഉദാഹരണമായിട്ട് കുറച്ച് ചെറിയ ജീവികളും വലിയ ജീവികളുടെയും പേര് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ എഴുതാൻ പറയുന്നത് നിങ്ങൾ മിക്സ് ചെയ്ത് കുറേ ജീവികളുടെ പേര് എഴുതിയിട്ടുണ്ടാവില്ല. അത് തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. ചെറിയ ജീവികൾ വലിയ ജീവികൾ എന്ന് പറഞ്ഞിട്ട് പട്ടികപ്പെടുത്തുക. ഇവിടെ എഴുതിയത് നമ്മൾ ചെറു ജീവികൾ ഏതൊക്കെയാണ്? പേൻ, ചെള്ള്, മൂട്ട, ചാഴി, കൊതുകൊക്കെ ചെറു ജീവികളിൽ പെടുന്നവയാണ്. വലിയ ജീവികളാണ് ആന, നീലത്തിമിംഗലം, കാണ്ടാമൃഗം, പോത്ത്, ജിറാഫ് ഒക്കെ വലിയ ജീവികളിൽ പെടുന്നവയാണ്. എവിടെയെല്ലാം നിരീക്ഷിക്കും. അപ്പൊ നമ്മുടെ നിരീക്ഷൺ ഹാൻഡ് ലെൻസ് ഒക്കെ കിട്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ, നിരീക്ഷിക്കാൻ. അപ്പൊ എവിടെയൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ പോവാം? മണ്ണിൽ നിരീക്ഷിച്ച ഒരുപാട് ചെറിയ ജീവികളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെയോ ചെടികളില്. പിന്നെ എവിടെ നിരീക്ഷിക്കാം? ജലത്തില്, മരങ്ങളില് അല്ലെ, അവിടെയൊക്കെ ചെറുജീവികൾ ഉണ്ടാവും. കണ്ടെത്തിയ ചെറുജീവികളുടെ പേരുകൾ എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതും. അപ്പൊ ഇതുപോലെ നിങ്ങൾ നിരീക്ഷിച്ച് നിങ്ങൾ കണ്ടെത്തിയ ചെറുജീവികളുടെ പേര് എവിടെ എഴുതുക? നോട്ട്ബുക്കിൽ എഴുതി കുറിച്ച് വെക്കുക. വിരൽ ചിത്രങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെ വിരൽ ചിത്രം വരയ്ക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കയ്യില് വിരലില് എന്ത് ചെയ്യണം? നമ്മള് എന്താണ് മഷിയാക്കിയിട്ട് നോട്ട്ബുക്കിൽ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിരലടയാളം വരില്ലേ, ആ വിരലടയാളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചിത്രം വരയ്ക്കേണ്ടത്. അതാണ് വിരൽ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് 4 ചിത്രം കൊടുത്തിട്ടുണ്ട്. മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇതുപോലെ കൂടുതൽ ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കും. ഇതുപോലെ കുറച്ച് വിരൽ ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറയുന്നത്. ഡിഫറെന്റ് കളർ മഷിയിൽ വെച്ച് വരച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല ചിത്രങ്ങൾ കിട്ടും. അടുത്തത് സവിശേഷതകളിലെ വൈവിധ്യം. താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതാണെന്ന് കണ്ടെത്തി എഴുതുക. അതായത് ഇവിടെ കുറച്ച് ജീവികളുടെ ചില ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിയിട്ട് ഇത് ഏതൊക്കെ ജീവികളാണെന്ന് എഴുതാനാണ് പറയുന്നത്. ആദ്യത്തെ ചിത്രം നോക്കൂ. ഇത് ഏത് ജീവിയാണ്? നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ, ഏത് ജീവിയാണ്? അതെ, ആന അല്ലെ, ആന. അടുത്തത് നോക്കൂ. ഇത് ഏതാ? മയില്. അതേതാ? സീബ്ര അല്ലെ. ആ വര കാണുമ്പോൾ നമുക്ക് അറിയേണ്ടത് സീബ്ര. ഇതാരാണ്? കോഴിയാണ് അല്ലെ, കോഴിയുടെ കാലുകളാണ്. അപ്പൊ ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഏതൊക്കെ രീതിയിലാ? നിറത്തിന്റെ അടിസ്ഥാനത്തില്, പുള്ളികളുടെ അടിസ്ഥാനത്തില്, ആകൃതിയുടെ അടിസ്ഥാനത്തില്, വലുപ്പത്തിന്റെ അടിസ്ഥാനത്തില്, വരകൾ, കൊമ്പ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ്? ഈ ജീവികള് തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതാണ് അല്ലെ.
നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? അതായത് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ജീവിയെ തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു പച്ച കളറാണെങ്കിൽ നമ്മൾ തത്താന്ന് നമ്മൾ പറയും അല്ലേ? കറുപ്പ് കളറാണെങ്കിലോ ആന. അപ്പൊ നിറത്തിന്റെ അടിസ്ഥാനം തിരിച്ചറിയുന്ന ജീവികളുണ്ട്. കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ പുള്ളികൾ കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവികളെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ എങ്ങനെയൊക്കെയാണ് ജീവികൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ആകൃതിയിലും വലുപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നു. അപ്പൊ ഇത് ഏതൊക്കെ ജീവിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചിത്രം നോക്കിയിട്ട് ആന, മയില്, സീബ്ര, കോഴി. അടുത്തത് അപ്പൊ എങ്ങനെയൊക്കെ ഏതൊക്കെ ജീവികളാണ് നമ്മളിപ്പോ കൊമ്പുള്ള ജീവികൾ ഏതൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഓരോ പ്രത്യേകതയുടെ അടിസ്ഥാന ജീവികൾ തരം തിരിച്ചിരിക്കുന്നതാണ് ഇവിടെ ടേബിൾ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കൊമ്പുള്ളവ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? ആട്, മാൻ, പശു അല്ലെ. ചിറകുള്ളവ എന്ന് പറഞ്ഞാൽ കാക്ക, തത്ത, ചിത്രശലഭം. കളമ്പുള്ളവ എന്ന് വെച്ചാൽ പശു, അതുപോലെ കുതിര, പന്നീനൊക്കെ എഴുതാൻ പറ്റും. പല്ലുള്ളവയോ? മുയൽ, ജിറാഫ്, ആന. 4ൽ കൂടുതൽ കാലുകളുള്ളവ പറയുമ്പോൾ ഉറുമ്പ്, ചിലന്തി, തേള് അല്ലെ. അത് ഓരോ എക്സാമ്പിൾസ് എക്സ്ട്രാ കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവികളെ തരം തിരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് കടലിലെ ജീവികൾ. അപ്പൊ നമ്മൾ കരയിലുള്ള ജീവികളെ കുറിച്ചാണ് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കടലിലുള്ള ജീവികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് കടലിലെ ജീവി എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ അറിയുന്നത് ഫസ്റ്റ് നമുക്ക് അറിയുന്നത് ഏതായിരിക്കും? അതെ, മീനുകളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. പിന്നെ മീനുകൾ മാത്രമല്ല കടലിലുള്ളത്, മറ്റനേകം തരത്തിലുള്ള ജീവികളുണ്ട്. അത്തരം ജീവികളെ കുറിച്ചാണ് നമ്മൾ ഈ പേജിൽ പഠിക്കുന്നത്. പലതരം മീനുകൾ കടലിലുണ്ടെന്ന് അറിയാമല്ലോ? തീർച്ചയായിട്ടും അറിയാം. മീനുകളുടെ മാത്രമല്ല മറ്റനേകം ജീവികളുടെയും വാസസ്ഥലമാണ് കടൽ. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ എവിടെയുണ്ട്? കടലിലുണ്ട്. ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതൂ. ചില കടൽ ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇവിടെ കുറച്ച് കടൽ ജീവികളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാ നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രം കടൽ കുതിര, രണ്ടാമത്തത് കടൽ മുള്ളംപന്നി, അടുത്തത് കടൽ വെള്ളരി, ഇതോ കടൽ പശു. ഇത്തരം പേരുകൾ ഈ കടൽ ജീവികൾക്ക് ലഭിക്കാൻ കാരണം എന്തായിരിക്കും നമുക്ക് നോക്കാം ട്ടോ. അതിന് മുമ്പായിട്ട് താഴെ തന്നിരിക്കുന്ന ഈ ബോക്സിനകത്തുള്ളത് വായിക്കാം. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി, നിങ്ങൾക്ക് അറിയോ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആന എന്നൊന്നും പറയില്ല കേട്ടോ. ആന എന്താ? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി എന്ന് ചോദിച്ച ഉത്തരം എന്താണ്? നീലത്തിമിംഗലം. ഏതാണ്? അതെ, സാധാരണ തിമിംഗലം എന്ന് പറഞ്ഞ ഉത്തരം തെറ്റാണ് കേട്ടോ. നീലത്തിമിംഗലം എന്ന് തന്നെ പറയണം. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാ? നീലത്തിമിംഗലം. ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവി അല്ല. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. അതായത് മറ്റു മീനുകളെ പോലെ മുട്ടയിടുന്ന ഫിഷ് അല്ല, മീനല്ല. പകരം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം ട്ടോ. അപ്പൊ ഇനി നമുക്ക് കടൽ ജീവികളെ കുറിച്ച് പരിചയപ്പെടാം. അപ്പൊ ആദ്യം നമ്മൾ ചിത്രത്തിൽ കണ്ടത് ആരാ? കടൽ കുതിര അല്ലെ. കടൽ കുതിരയുടെ പ്രത്യേകത എന്താ അറിയോ? കുതിരയുടെ പോലുള്ള തലകൾ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ കടൽ കുതിരയുടെ ശരീരത്തിലുള്ള സഞ്ചിയിൽ നിക്ഷേപിക്കുകയും മുട്ടകൾ വിരിയുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. അടുത്തത് കടൽ മുള്ളംപന്നി. മാസങ്ങളും ഉള്ളുകൾ ഉള്ള പന്തിന്റെ ആകൃതിയിലുള്ള ഒരു മത്സ്യമാണിത്. ശരീരം മുഴുവൻ ബലൂൺ പോലെ വീർപ്പിക്കുവാനുള്ള കഴിവ് ഈ ജീവിക്കുണ്ട്. കടൽ വെള്ളരി കടലിന്റെ അടിത്തട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. വെള്ളരിയുടെ ആകൃതിയിലുള്ള ഒരു ജീവിയാണ് കേട്ടോ കടൽ വെള്ളരി. കടൽ പശു പറഞ്ഞ പുല്ലാണ് പ്രധാന ആഹാരം. കടൽ ആന എന്നും അറിയപ്പെടുന്നു കടൽ പശുവിനെ. ഇനി അടുത്തത് പലവിധം അങ്ങനെ സഞ്ചാരത്തെ കുറിച്ചാണ് പറയണത്. ഏതെല്ലാം ജീവികളുടെ രൂപങ്ങളാണ് ചിത്രത്തിലുള്ളത്? നമുക്ക് ചിത്രം നോക്കൂ. എഴയുന്നവ, അതുപോലെ മീൻ, നമുക്ക് അറിയുന്നുണ്ട്. തവളയുണ്ട്, പിന്നെ ഒരു പക്ഷിയുടെ ഉണ്ട്, പാമ്പുണ്ട്, മീനുണ്ട്. കടലാസ് മടക്കി നിർമ്മിച്ചതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. രൂപങ്ങൾ ചലിപ്പിച്ച് അവയുടെ സഞ്ചാരവും അവതരിപ്പിക്കൂ. എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? ആണോ? എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? അല്ല. സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്താനാണ് പറയണത്. അപ്പൊ നടക്കുന്നവ, ഇവിടെ ടേബിളിൽ കൊടുത്ത് നടക്കുന്നവ, നമുക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും? നടക്കുന്നവയിലെ പട്ടി, പൂച്ച, ആന, ജിറാഫ് അല്ലെ. അടുത്തത് പാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഹെഡിങ് എന്ത് എഴുതണം? ഇഴയുന്നവ വരയ്ക്കുക. പാമ്പ്, ഒച്ച്, മണ്ണിര, പഴുതാര. അടുത്തത് പറക്കുന്നവ, ആരൊക്കെ എഴുതാം? കൊക്ക്, തത്ത, പ്രാവ്, തുമ്പി. അടുത്തത് മീൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തെഴുതാം? നീന്തുന്നവ ഏതൊക്കെയാ? തിമിംഗലം, ഡോൾഫിൻ, ആമ അല്ലെ.
അപ്പൊ പല രീതിയിൽ സഞ്ചരിക്കുന്ന മറ്റു ജീവികളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? തീർച്ചയായിട്ടും. ആരൊക്കെയാ? തവള, പുൽച്ചാടി തുടങ്ങിയ ജീവികളെ അറിയില്ലേ? തുടങ്ങിയ ജീവികളുടെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ. ജീവികളുടെ ശരീരത്തിന്റെ പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് എക്സാമിൽ ചോദിക്കുന്ന ഭാഗമാണിത്. തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന ജീവി ഏതാ? കുതിരയാണ്. കുതിരയുടെ ശരീരത്തിന്റെ സവിശേഷത എന്താണ്? പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകളാണ് കുതിരയ്ക്കുള്ളത്. അതിന്റെ സഞ്ചാര രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നടക്കാൻ പറ്റും, നടക്കുന്നു, ഓടുന്നു. അടുത്തതാരാ? പാമ്പ്. പാമ്പിന്റെ ശരീരത്തിന്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ കാലുകളില്ല. ശരീരഭാഗം മുഴുവനും സഞ്ചാരത്തിന് ഉപയോഗിക്കുന്നു. അതിന്റെ സഞ്ചാര രീതി ഇഴയുന്നു. അടുത്തത് പ്രാവാണ്. കാലുകളുണ്ട്, ചിറകുകളുണ്ട്. സഞ്ചാര രീതി നടക്കുന്നു, പറക്കുന്നു. അടുത്തത് മീന്. മീന് 2 അറ്റവും കൂർത്ത ശരീരം, വശങ്ങളിലും വാലിലും ചിറകുകൾ. സഞ്ചാര രീതി നീന്തുന്നു. അപ്പൊ ഇതൊന്നും കൂടാതെ മറ്റു ചില സഞ്ചാര രീതിയിലുള്ള ജീവികളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. കങ്കാരു. കണ്ടിട്ടില്ലേ നിങ്ങൾ കങ്കാരുവിനെ? അല്ലേ? കങ്കാരുവിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കങ്കാരുവിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ശക്തിയുള്ള പിൻകാലുകൾ ഉപയോഗിച്ചാണ് കങ്കാരുവിന്റെ സഞ്ചാരം. വളരെ ചെറിയ വലിപ്പം മാത്രമുള്ള മുൻകാലുകൾ സഞ്ചാരത്തിന് സഹായിക്കുന്നില്ല. ബലമുള്ള വാലും ചലനത്തിനായി ഈ ജീവി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശരീരത്തിന്റെ മുൻഭാഗം പിൻഭാഗത്തെ അപേക്ഷിച്ച് ചെറുതായതിനാൽ പ്രയാസം കൂടാതെ ചാടിച്ചാടി സഞ്ചരിക്കാൻ കങ്കാരുകൾക്ക് കഴിയുന്നു. അടുത്ത ജീവി തവള. പിൻകാലുകൾക്ക് മുൻകാലുകളെ അപേക്ഷിച്ച് നീളം കൂടുതൽ. ചാടിച്ചാടിയുള്ള സഞ്ചാരത്തിന് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് പിൻകാലുകളാണ്. അടുത്തത് പുൽച്ചാടി. ശക്തിയേറിയ പിൻകാലുകൾ ഉപയോഗിച്ച് ഒരിടത്തു നിന്നും 2 മീറ്റർ വരെ ദൂരത്തേക്ക് ചാടിച്ചാടി സഞ്ചരിക്കാൻ പുൽച്ചാടിക്ക് കഴിയും. കാലുകൾ ഭക്ഷണം ശേഖരിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇവ ഉപയോഗപ്പെടുത്തുന്നത്. വീട്ടിൽ പച്ചത്തുള്ളൻ, പച്ചക്കുതിര എന്നിങ്ങനെയും ഇവ വിളിക്കപ്പെടുന്നു. പല രീതിയിൽ സഞ്ചരിക്കുന്ന 3 ജീവികൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? അടുത്തത് താറാവിന്റെ സഞ്ചാര രീതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. താറാവിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? താറാവിന്റെ സഞ്ചാര രീതി എങ്ങനെയാ? താറാവിന്റെ പ്രത്യേകത എന്താ? താറാവിന് ചിറകുകളുണ്ട്, കാലുകളുണ്ട്. പിന്നെയോ അതിന്റെ രീതി എങ്ങനെയാ? നടക്കാൻ പറ്റും, നീന്തുന്നു, പറക്കാൻ പറ്റുന്നു അല്ലേ? അതായത് ഒരുപാട് ഉയരത്തിൽ പറക്കാൻ താറാവിന് കഴിയില്ല. പക്ഷെ കുറച്ച് പറക്കാൻ അല്ലെ, ചിറകുകൾ ഉപയോഗിച്ച് കുറച്ച് പറക്കാൻ സാധിക്കും താറാവിനും. അതായത് ആകാശത്തിൽ പക്ഷികൾ പറക്കുന്ന പോലെ നമ്മുടെ താറാവിന് പറക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്തരത്തിൽ ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ? കൂടുതൽ ജീവികളുടെ സഞ്ചാര രീതി കണ്ടെത്തി എഴുതൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് പട്ടിക വിപുലീകരിക്കൂ. നമുക്ക് അടുത്തുള്ള ഒരു ബോക്സിലുള്ളത് എന്താണെന്ന് വായിക്കാം. സഞ്ചാര രീതിയെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ജീവിക്കും അതിന്റെ ശരീരത്തിന്റെയും വസിക്കുന്ന ചുറ്റുപാടിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണുള്ളത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ? നിങ്ങൾക്ക് തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ? ഒന്നിലധികം രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികൾ ഏതൊക്കെയാ? ആമ അല്ലെ? ആമ ഉണ്ട്, മുതലയുണ്ട്, നീർക്കാക്ക, ഞണ്ട്, അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഒരുപാട് നീണ്ടു പോകും ട്ടോ. അടുത്തത്, അപ്പൊ നമുക്ക് അടുത്ത ഭാഗം, അതായത് പാഠത്തിന്റെ അടുത്ത ഭാഗം നമ്മൾ വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ 2 പാർട്ടായിട്ടാണ് ക്ലാസ് ഇടുന്നത്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് ആണ്. നമ്മൾ ബാക്കി ഭാഗം മുഴുവനും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഭാഗം കണ്ടവർ തീർച്ചയായിട്ടും സെക്കൻഡ് ഭാഗത്തിന്റെ ക്ലാസ് കാണുക. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിനെ കുറിച്ച് പറയുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അതോടൊപ്പം നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? അതെ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കമന്റ് ചെയ്യുക. താങ്ക് യു.